സമൂഹത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും പല ഇടങ്ങളിലും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നതോ മാറ്റി നിർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള വ്യക്തികളെയാണ് സമൂഹം മാറ്റി നിർത്തുന്നത്? കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ സമൂഹം എന്നും ഒറ്റപ്പെടുത്തുകയും പലയിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവയിലൊന്നും പെടാത്തതായ ഒരു സമൂഹത്തെ ഇന്നും ലോകം പല മേഖലയിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരാണ് അത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗാമികളായ ദൈവജനത്തെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ക്രിസ്ത്യാനികൾ എന്ന പേർ പറയുന്നവരെ മാത്രമല്ല, മറിച്ച് യേശുവിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുന്ന ദൈവജനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം യേശുവിൻ്റെ സാക്ഷികളായി ആരൊക്കെ എവിടെയൊക്കെ എഴുന്നേൽക്കുന്നുവോ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളും വലിയ പീഡകളും വലിയ പ്രതികൂലങ്ങളും നേരിടുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? നാം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ സാക്ഷികളായി ക്രിസ്തീയ സാക്ഷ്യം ഉള്ള, ക്രിസ്തുവിനെ ഉയർത്തുന്ന ഏതൊരു വ്യക്തിയെയും ഇന്ന് ലോകം വളരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധമായ കോണുകളിൽ നാം എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവർ ഇന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമൂഹം ഇന്ന് ക്രിസ്തുവിന് സാക്ഷികളായി, യേശുവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുന്നവരെ പീഡിപ്പിക്കുന്നത്? കാരണം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി എഴുന്നേറ്റിട്ടുള്ള ഏതൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവിക പരിജ്ഞാനം പ്രാപിച്ചവരാണ്. അവർ ലോകത്തിൻ്റെ വെളിച്ചമായി നിലകൊള്ളുന്നു. അനേകരിലേക്ക് ദൈവിക വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരിലേക്ക് ദൈവിക പ്രത്യാശ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരെ പാപപങ്കുലമായ ജീവിതത്തിൽ നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പലവിധമായ മാർഗങ്ങൾ തേടുന്നു, പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നിത്യമായ സമാധാനമോ സന്തോഷമോ അവന് തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയും താൽക്കാലികമായ പ്രത്യാശയ്ക്ക് വേണ്ടിയും പലവിധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യന് അവസാനം നിരാശ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ യേശുവിനെ സാക്ഷികളായി എഴുന്നേറ്റിട്ടുള്ള ദൈവജനം ഇങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. അതാണ് സുവിശേഷം. കാരണം ഒരിക്കൽ ഈ സുവിശേഷം കേട്ടിട്ടാണ് ഈ ദൈവിക പരിജ്ഞാനം ഇവരിലേക്കും എത്തുവാനിടയായി തീർന്നിട്ടുള്ളത്. ആ സുവിശേഷം എന്താണ്? ഇത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വാർത്തയാണ്. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വാർത്ത ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയപ്പോൾ, കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ വിടുതലുകൾ, വലിയ പ്രത്യാശ കൈവരിക്കുവാനായി ഇടയായി തീർന്നു. യേശുവുമായിട്ടുള്ള ബന്ധം അവരെ പുതിയ ഒരു അനുഭവത്തിലേക്ക്, പുതിയ ഒരു സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നവർ ക്രിസ്തുവിനെ ഉയർത്തുവാനായി ശ്രമിക്കുന്നു. കാരണം ഈ ക്രിസ്തുവിനെ ലോകത്തിൽ ഉയർത്തിയെങ്കിൽ മാത്രമേ പാപത്തിൽ കിടക്കുന്ന ഏതൊരു വ്യക്തിയെയും പ്രത്യാശയിലേക്ക് നയിക്കുവാനായി കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ നാമം പ്രതി കഷ്ടമനുഭവിക്കുന്ന ഒട്ടനവധി ദൈവജനം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ രൂപീകൃതമായ അന്നു മുതൽ സുവിശേഷത്തിന് എതിരായി, സുവിശേഷത്തെ തകർത്ത് കളയുവാൻ, യേശുവിനെ കുറിച്ചുള്ള, യേശുവിലൂടെയുള്ള ഈ വിടുതലിന് സന്ദേശത്തെ തകർത്ത് കളയുവാൻ അനേകർ എഴുന്നേൽക്കുകയും ഉദ്യമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മാർഗങ്ങൾക്കോ, ആ വ്യക്തികൾക്കോ, ആ സംഘടനകൾക്കോ, ആ പ്രസ്ഥാനങ്ങൾക്കോ, ആ രാജ്യങ്ങൾക്കോ, ഭരണകൂടങ്ങൾക്കോ ഒന്നിനും ഈ ദൈവമൊരുക്കിയ മാർഗത്തെ, ക്രിസ്തുവേശുവിലൂടെ ദൈവം ഒരുക്കിയതായ ഈ രക്ഷാമാർഗത്തെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നേക്ക് 2026 വർഷക്കാലം
നാം ആയിരിക്കുമ്പോൾ, ഈ ഒരു കാലയളവിൽ നാം തിരിഞ്ഞു നോക്കിയാലും ഈ ഒരു കാലയളവ് വരെയും ക്രിസ്തീയ സുവിശേഷം അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വാർത്ത, യേശുവിലൂടെയുള്ള വിടുതലിന്റെ സന്ദേശം ഇന്നും ശക്തിയോടുകൂടി നിലനിൽക്കുകയും അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് പ്രത്യാശ നൽകുന്ന ഈ സന്ദേശം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ദൈവജനത്തിന് മേൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ, യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലിലെ സന്ദേശം അനേകരോട് പങ്കുവച്ചില്ല എങ്കിൽ, ലോകം നശിച്ചു പോകുവാൻ, ഓരോ വ്യക്തികൾ ദൈവമില്ലാതെ, ദൈവിക പ്രത്യാശയില്ലാതെ, നിത്യരക്ഷയില്ലാതെ നശിച്ചു പോകുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ദൈവമക്കൾ എത്ര കഷ്ടമനുഭവിച്ചാലും, എത്ര വേദന സഹിക്കേണ്ടി വന്നാലും കർത്താവിന് സന്തോഷത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ സാക്ഷ്യം വിളിച്ചു പറയുന്നത്. ക്രിസ്തുവിനെ നാമം പ്രതി ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവയൊന്നും ദൈവജനത്തെ തളർത്തിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഓരോ പ്രതികൂലത്തിന് നടുവിലും ദൈവകരം ദൈവമക്കൾക്ക് ആശ്വാസമായിട്ടിരിക്കുന്നു. യഥാർത്ഥ ദൈവിക പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ അവൻ എന്നും ഒരുക്കമുള്ളവനായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേവലം ക്രിസ്ത്യാനി എന്ന പേർ പറയുന്ന വ്യക്തി ജീവിതങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ദൈവത്തെ അതിയായി സ്നേഹിക്കുന്ന, ദൈവത്തിലൂടെ ഈ രക്ഷ കരസ്ഥമാക്കിയ, ഈ രക്ഷയുടെ വലിപ്പം തിരിച്ചറിഞ്ഞിട്ടുള്ള, സുവിശേഷത്തെ സ്നേഹിക്കുന്ന, ദൈവമക്കളെ സ്നേഹിക്കുന്ന, ഈ ലോകത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്നേഹിക്കുന്ന ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദൈവജനത്തെ എത്രമാത്രം ഉപദ്രവിച്ചാലും, എത്രമാത്രം പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും, ഈ സുവിശേഷം എന്നും എപ്പോഴും ഈ ലോകത്തിൻ്റെ അവസാനത്തോളവും ക്രിസ്തുവിൻ്റെ വരവോളവും ദൈവജനം വീണ്ടെടുക്കപ്പെട്ടവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനമായി ഞാനൊന്ന് പറയട്ടെ, ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ദൈവിക പ്രത്യാശ ലഭ്യമാകണമെങ്കിൽ, രക്ഷയുടെ വലിയ അനുഭവം ലഭ്യമാകണമെങ്കിൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക പ്രത്യാശയിൽ കുടുംബമായി ജീവിക്കണമെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അറിയേണ്ടതായിട്ടുണ്ട്, താങ്കൾ അറിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. സഹോദര സഹോദരി, ഒരു മാർഗം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള മാർഗം. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഈ കാലഘട്ടത്തിലും ഈ നാളുകളിലും ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടുള്ള ദൈവജനത്തിൻ്റെ ശബ്ദം ഈ കാലഘട്ടത്തിലും ശക്തമായി മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.